എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ എക്സാം എന്ന് ഇവർക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല. വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തീർച്ചയായും കൂടി ചെയ്തു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയുന്ന വാർത്ത ഇതിനടക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പരീക്ഷ എന്ന് നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഈ കാര്യത്തെക്കുറിച്ച്. ഈ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ത് ചെയ്തതാണ്, അതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളും ഒക്കെ ഒരു 2 മാസം മുമ്പ് കഴിഞ്ഞതാണ്. ഈ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ 2 മാസം മുമ്പ് കഴിഞ്ഞതാണ്. എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ പരീക്ഷാ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ 2 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. പക്ഷെ എന്നാൽ പോലും പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വിശദീകരണം നൽകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ചിലപ്പോൾ രജിസ്ട്രേഷൻ സാധ്യത മുന്നിൽ കാണാൻ സാധിക്കും. കാരണം ഈ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ 2 മാസം മുമ്പ് ഓൺലൈനുള്ള രജിസ്ട്രേഷൻ, യൂണിവേഴ്സിറ്റി സൈറ്റ് വഴിയുള്ള രജിസ്ട്രേഷൻ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു. പക്ഷേ പരീക്ഷ എന്നായിരിക്കും ആരംഭിക്കുക എന്നുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനോ ഒരു സർക്കുലറോ ഒരു ഓർഡറോ പോലും യൂണിവേഴ്സിറ്റി ഇതുവരെ ഇറക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ യു ഹാവ് ടു എ സ്കോപ്പ്, നിങ്ങൾക്കൊരു സ്കോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉറപ്പൊന്നും പറയുന്നില്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന രീതിയിലാണ് പറയുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചേക്കാം. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെയാണ്. ഈ വരാൻ പോകുന്ന ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കും. എന്നാൽ ഈ 2026 വിളിക്കാൻ പോകുന്ന 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾ എന്ത് ചെയ്യാൻ സാധിക്കില്ല, 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കില്ല. അവർ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വെയിറ്റ് ഫോർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ. ഈ എക്സാമുകൾ ഇപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാം എന്ന് വിളിക്കുമെന്നുള്ളത് പല വിദ്യാർത്ഥികളും ഇപ്പോഴേ നമ്മളോട് ചോദിച്ചു തുടങ്ങി. അപ്പോൾ അവരോടെല്ലാം എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് ശരിക്കും എനിക്കറിയില്ല. കാരണം എന്തായത് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് തോന്നുമ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവർ വിളിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 2016 വരെ മാത്രമാണ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. 2017, 2018, 2019, അത് കഴിഞ്ഞ ശേഷം മാത്രമേ 2020 കോൾ ഫോർ ചെയ്യുകയുള്ളൂ. അപ്പോൾ 2016 വരെയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ 2017, ഇപ്പോൾ 2016 വരെ നിലവിൽ വിളിച്ചിട്ടുണ്ട്. 2016 വരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നുള്ളത് വാസ്തവം. ഇനി 2017, 2018, 2019 ചിലപ്പോൾ ഒന്നിച്ച് വിളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കൊരു സ്കോപ്പ് ഉണ്ട്. എന്തായാലും 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷ എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ, 5 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു ഡ്യൂറേഷൻ ആയി ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ വാസ്തവം ഇതാണ്, ഒരു 5 വർഷത്തേക്ക് പ്രതീക്ഷിക്കാനുള്ളൊരു വകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2017 വിളിക്കണം, 18 വിളിക്കണം, 19 വിളിക്കണം. ഇത് കഴിഞ്ഞ ശേഷം മാത്രമേ 2020 എക്സാം കോൾ ഫോർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ പോക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 5 ഇയേഴ്സ് എന്തായാലും പിടിക്കും. ഒരു 5 ഇയേഴ്സ് എന്തായാലും പിടിക്കും എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. കാരണം പിന്നെ ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ഭാഗ്യം സംഭവിക്കാം. 2014, 15, 16 എക്സാം ഒന്നിച്ചാണ് വിളിച്ചത്. 2014, 15, 16 എക്സാം ഒന്നിച്ച് വിളിച്ചു. അതേപോലെ 2017, 18, 19 ഒന്നിച്ച് വിളിച്ചാൽ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്നൊരു സ്കോപ്പ് ഉണ്ടാകും. ഇപ്പോൾ 2014, 15, 16 ഒന്നിച്ചാണ് വിളിച്ചത്. അതുപോലെ 2017, 18, 19 ഒന്നിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ഉപകാരമാകും. അല്ലെങ്കിൽ ഇനി 2016 വിളിച്ചു, ഇനി 17 വിളിക്കണം, അതിനുശേഷം 18 വിളിക്കണം, പിന്നെ 19 വിളിക്കണം. അതിനുശേഷം മാത്രമേ ഈ 20കാർക്ക് ചാൻസ് ഉള്ളൂ.
അപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ സാധിക്കും. ഈ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കും. എന്നാൽ ഈ ഒന്നാം സെമസ്റ്റർ പരീക്ഷയിൽ വീണ്ടും നിങ്ങൾക്ക് സപ്ലി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കിനി യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല. വെയിറ്റ് ഫോർ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ തന്നെ 100% തന്നെ പറയേണ്ടതായിട്ട് വരും. തീർച്ചയായും അക്കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഇസ് ക്രിഫ് ഫ്രം ദ ഗ്രേഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.